Hi friends, നമ്മൾ ഓൾറെഡി ഷോർട്ട് റൺ കോഴ്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ആ ടോപ്പിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തിയറി ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫോർമുലാസ് ഒന്ന് ആദ്യം സമപ്പ് ചെയ്യാം. നോക്കിയേ, ടോട്ടൽ കോസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല TFC പ്ലസ് TVC ആണ് അല്ലെ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. വേറെ രീതിയിൽ നമുക്ക് നോക്കാം. ആക്ച്വലി AC കണ്ടുപിടിക്കാൻ നമുക്ക് TC/Q എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് TC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ലേ? ഡിവൈഡഡ് ബൈ Q അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് AC ഇൻടു Q എന്നൊരു ഫോർമുല കൂടി TCക്ക് വരും. അതാണിത്. അതുപോലെ TFC ഈ ഫോർമുലയിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ TC മൈനസ് TVC നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫോർമുലയാണ്. അതേപോലെ AFCയുടെ ഫോർമുലയിൽ നിന്ന് വരികയാണെങ്കിൽ ഡിവൈഡഡ് ബൈ Q അങ്ങോട്ട് പോകുമ്പോൾ AFC ഇൻടു Q എന്നും നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് TVC സെയിം ഫോർമുലയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ TFC അങ്ങോട്ട് കൊണ്ടുപോയാൽ TC മൈനസ് TFC ഒരു ഫോർമുലയാണ്. അതുപോലെ തന്നെ ABC ഇൻടു Q മറ്റൊരു ഫോർമുലയാണ്. അങ്ങനെ ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അടുത്ത ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്നത് AC, AFC, ABC ആണ്. ഏറ്റവും ഈസിലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ പെർ യൂണിറ്റ് ആയിട്ടാണ് അല്ലെ. AC എന്ന് പറയുന്നത് TC/Q, AFC എന്ന് പറയുന്നത് TFC/Q, ABC എന്ന് പറയുന്നത് TVC/Q. മറ്റൊരു ഫോർമുല ഉള്ളത് എന്താ? AC എന്ന് പറയുന്നത് AFC പ്ലസ് ABC ആണ്. നമ്മൾ TC = TFC പ്ലസ് TVC പറയുന്നത് പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ AFC കണ്ടുപിടിക്കാൻ AC മൈനസ് ABC യൂസ് ചെയ്യാം, ABC കണ്ടുപിടിക്കാൻ AC മൈനസ് AFC യൂസ് ചെയ്യാം. പിന്നെ മാർജിനൽ കോസ്റ്റ് ആണ് MC, ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം വീഡിയോയിൽ സോൾവ് ചെയ്യുന്ന പോലെ ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ എത്ര TC കൂടുന്നുണ്ട് അങ്ങനെ നോക്കുകയും ചെയ്യാം. അതായത് രണ്ട് TCകൾ തമ്മിലുള്ള ഡിഫറൻസ് ബൈ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q. അപ്പൊ ഈ ഫോർമുലാസ് ഒക്കെ വളരെ തറവായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഈ കോസ്റ്റ് കേർവ്സിന്റെ ഷേപ്പ് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷേപ്പും ഡെഫിനിഷനും നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. TC കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് S ആണ്. ശ്രദ്ധിച്ചോ, S ഇൻവേർട്ട് ചെയ്ത് എഴുതുന്നത് പോലെ, S തിരിച്ചിട്ടാൽ എങ്ങനെ കിട്ടും അതുപോലെ ഇരിക്കും. സോ TCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് S ഷേപ്പ് ആണ്. TVCയും ഇൻവേർട്ടഡ് S ഷേപ്പ് ആണ്. പക്ഷെ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ശ്രദ്ധിച്ചോ, TC ഒറിജിനിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം TC ഒരിക്കലും സീറോ ആവില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഔട്ട്പുട്ട് സീറോ ആണെങ്കിലും TFC ലൈവ് ആണ്, TFC ഉണ്ടാവും അല്ലെ. അപ്പോ TFC പ്ലസ് TVC എടുക്കുമ്പോൾ TC ഉണ്ടാവും. ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ TC TFCയോട് തുല്യമായിരിക്കും. TFC എന്തായാലും ഒരു വാല്യൂ അല്ലേ. അപ്പൊ ആ വാല്യൂവിൽ നിന്നായിരിക്കും TCയുടെ കർവ് സ്റ്റാർട്ട് ആവുന്നത്. പക്ഷെ TVC ആവും, ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ TVCയും സീറോ ആണ്. അപ്പൊ TVCയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ മുതലാണ്, ഒറിജിനൽ മുതലാണ്. രണ്ടും ഇൻവേർട്ടഡ് S ആണെങ്കിലും ശ്രദ്ധിക്കണം, TC Y ആക്സിസിന്റെ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ TVC ഒറിജിനൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടും ഇൻവേർട്ടഡ് S ഷേപ്പ് ആണ്. ഓക്കെ, TFC കോൺസ്റ്റന്റ് അല്ലേ. യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും TFC is constant. അതുകൊണ്ട് ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു X ആക്സിസ്. ഇതിന്റെ ഡെഫിനിഷൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? TVC എന്തായിരിക്കും? ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ പർച്ചേസിംഗ് ഓഫ്, അല്ലെങ്കിൽ ടു പർച്ചേസ് ദ വേരിയബിൾ ഇൻപുട്സ് ഫോർ പ്രൊഡക്ഷൻ അല്ലെ. പ്രൊഡക്ഷന് വേണ്ടി വേരിയബിൾ ഇൻപുട്സ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ചെലവാണ് ആക്ച്വലി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് ഇൻപുട്സ് ഇസ് കോൾഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അല്ലെ. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അതായത് ദ എൻറ്റയർ കോസ്റ്റ് വിച്ച് ഇസ് റിലവന്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ ഔട്ട്പുട്ട് ഇസ് കോൾഡ് ടോട്ടൽ കോസ്റ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഡെഫിനിഷനും പഠിക്കാം. അടുത്തത് ആവറേജ് കോസ്റ്റ് കർവ്സ് അല്ലെ. നോക്കി, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ആവറേജ് കോസ്റ്റ് ഉണ്ട്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ് ഒരു ഓർഡർ ആയിട്ട് നിൽക്കുന്നത്. ഒരു റെക്ടാംഗുലർ ഹൈപ്പർ പോലെയാണ്. ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഒരു ഷേപ്പാണ് AFCക്ക് ഉണ്ടാവുന്നത്. AVCയും ACയും MCയും ആക്ച്വലി യു ഷേപ്പ് ആണ്. ചെറിയ ചെറിയ ഡിഫറൻസുകളുണ്ട്. അത്രയും ആധികാരികമായിട്ട് പോയില്ലെങ്കിലും അത്യാവശ്യം നോക്കുക, കുറച്ചുകൂടി ഒതുക്കിയും കുറച്ചുകൂടി അത് എക്സ്പാൻഡ് ചെയ്തൊക്കെ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും. 3 യു ഷേപ്പും AFC റെക്ടാംഗുലർ ഹൈപ്പർ പോലെയാണ്. ഇതിന്റെ ഡെഫിനിഷൻസ് എങ്ങനെയായിരിക്കും? AFC എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇസ് കോൾഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അല്ലെ. അതുപോലെ AVCയോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇസ് കോൾഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലെ. ഇതും അങ്ങനെ പറയാം നമുക്ക്. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇസ് കോൾഡ് ആവറേജ് കോസ്റ്റ്. ഇത് മൂന്നും പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി MC എന്ന് പറയുന്നത് എന്താണ്? ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇസ് കോൾഡ് മാർജിനൽ കോസ്റ്റ് അല്ലെ. ഒരു യൂണിറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എത്ര അഡീഷണൽ കോസ്റ്റ് ഉണ്ടാവുന്നു, ദാറ്റ് ഇസ് കോൾഡ് MC. അപ്പൊ ക്ലിയർ ആയല്ലോ. രണ്ട് ഇൻവേർട്ടഡ് S ഷേപ്സ്,
ഒരു സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, ഒരു റെക്ടാംഗുലർ ഹൈപ്പർബോള, 3 യു ഷേപ്സ്. മറക്കരുത്, ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ മറക്കരുത്, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഫോർമുലാസ് മറക്കരുത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രാവശ്യം എക്സാമിന് അവരൊരു ഓഡ് വൺ ചോദിച്ചു, AFC, AVC, AC, MC. സ്റ്റുഡൻസ് MC എഴുതി, ബാക്കിയെല്ലാം ആവറേജ് ഉണ്ടല്ലോ. ആക്ച്വലി അങ്ങനെ ആയിരുന്നില്ല, ഷേപ്പ് വെച്ചിട്ടായിരുന്നു അവർ ഓഡ് വൺ ഡിസൈഡ് ചെയ്യാൻ നമ്മളോട് ചോദിച്ചത്. അപ്പൊ ബാക്കി 3 യു ഷേപ്ഡ് കർവ്സ് ആണ്, വൈൽ AFC ഇസ് റെക്ടാംഗുലർ ഹൈപ്പർബോള. അപ്പൊ ഇത്തരം ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രോബ്ലം വീഡിയോയും കാണണം, ഈ തിയറി വീഡിയോയും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം. നമുക്ക് വേറൊരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.